നാട്ടുകാരെ പിരിച്ചാണ് ഞാൻ 2 വട്ടം കൊണ്ടുപോയത്. ഇപ്പോഴും വെള്ളമൊന്നും കുടിക്കുന്നില്ല, ഇങ്ങനെ കിടക്കുന്നു. എന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിവില്ല. ഇനി എന്നെ കൊണ്ട് കഴിയില്ല, എവിടെയും കൊണ്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. ഒന്നുമില്ല, ഇനി 108 കൊണ്ടുപോകാൻ പറ്റും. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് കുറുമാങ്കോട് കുന്നിൽത്തടത്തിലാണ്. കുന്നിൽത്തടത്തിൽ 62 വയസ്സുള്ള സുജാത, അനിയത്തിയോടൊപ്പം താമസിക്കുന്ന സുജാത കഴിഞ്ഞ 2 വർഷക്കാലമായി ക്യാൻസർ എന്ന മാരക രോഗവുമായി മല്ലിട്ട് ജീവിക്കുകയാണ്. സുജാതയുടെ കരളലിയിപ്പിക്കുന്ന ദുരിത ജീവിതമാണ് ഇന്ന് പ്രിയ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. രണ്ട് വർഷം കൊണ്ട് ഈ ക്യാൻസറിന് കൊണ്ടുവന്ന് നടക്കുകയായിരുന്നു. പിന്നെ ആദ്യം 10 ഹീമോ ചെയ്ത് നമ്മളങ്ങ് നിർത്തിയിട്ട് അവർ ഓപ്പറേഷത്തിന് പറഞ്ഞു. അതും അത് ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് ഇപ്പം ഹീമോ വീണ്ടും 12 ആയപ്പോൾ നമ്മളെ കൊണ്ട് ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ട് മതിയാക്കിയപ്പോൾ ഒരു സ്കാനിങ്ങിന് എഴുതി തന്നു. ഈ 21-ാം തീയതിയിലേക്കായിരുന്നു. എന്നെ കൊണ്ട് ഒരു ഇതുമില്ല. അവൻ നാട്ടുകാരെ പിരിച്ചാണ് ഞാൻ 2 വട്ടം കൊണ്ടുപോയത്. നാട്ടുകാർ നമുക്ക് കൊണ്ടുവന്ന് പാവത്തം കണ്ട് ഇവിടെ കൊണ്ട് തന്നു. അങ്ങനെ കൊണ്ടുപോയി. പിന്നെ നമ്മളെ കണ്ട എൻ്റെ മാപ്പിളയും ഒരു അസുഖമുള്ള ആൾ, ഞാനും ഒരു അസുഖമൊക്കെ അറിയാണ്. ഞാൻ 7-8 വർഷം കൊണ്ട് ആദ്യം എനിക്കാണ് ഈ ക്യാൻസർ കുടലിൽ വന്നത്. പിന്നെ ഞാനതങ്ങ് നമുക്ക് അത് ദൈവമായിട്ട് തീർത്ത് തന്നു. എനിക്ക് ആരംഭ്യത്തിലായതുകൊണ്ട് ഇതിന് അത് കണ്ടില്ല. അങ്ങനെ ഇതിപ്പോൾ ചെയ്തിട്ട് വന്നവർക്ക് ഇപ്പോൾ 1 വർഷം ആവാറായി. അന്ന് തൊട്ട് ഇന്ന് വരെ മെഡിക്കൽ കോളേജിൽ ഞാൻ കൊണ്ട് നടന്ന് എനിക്ക് ഇപ്പം ലാസ്റ്റിൽ അവർ അവിടെ നിന്ന് വിട്ടത് നമ്മൾ ആറ്റിങ്ങലാണ്. അവിടെ ഇപ്പം 17 ദിവസം കിടന്നു. ഈ 17ൻ്റെ അന്ന് അവർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി, 1 മാസം തികഞ്ഞു. എന്നാലും ഇപ്പോഴും വെള്ളമൊന്നും കുടിക്കുന്നില്ല, ഇങ്ങനെ കിടക്കുന്നു. എന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിവില്ല. എൻ്റെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്ത സമയമൊക്കെയാണ്, നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു. അയാൾക്ക് 10-67 വയസ്സായി. ഇനി അങ്ങനെ കൊണ്ട് കഴിയില്ല. പിന്നെ എന്നാലും എൻ്റെ ആങ്കൊച്ചും വല്ലതും കൊണ്ട് തരുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വീട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കും വാടക കൊടുക്കണം. 2000 രൂപ മാസം തോറും വാടക കൊടുക്കണം. 4ാമത്തെ സ്ഥലമാണ്. ഇനി എന്നെ കൊണ്ട് കഴിയില്ല, എവിടെയും കൊണ്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. കാരണം ഒരു കുന്നിൻ്റെ മണ്ടയിലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് എത്തിയതുകൊണ്ട് ഈ വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് ഇനി എടുത്തു വെച്ച് കിടത്താം, അല്ലെങ്കിൽ എൻ്റെ മോനെ എടുത്തു വെച്ച് കിടത്തണം. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ വേദനകൾ തിന്നതാണ്. പക്ഷേ ഇനി എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് നാട്ടുകാരുടെ മുമ്പ് ചെന്ന് തെണ്ടാൻ മാനക്കേട് കൊണ്ട് ഞാൻ ഇതുവരെയും പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ 1-2 പേരെ വിളിച്ചപ്പോൾ അവർ കൊണ്ട് തന്ന് അങ്ങനെ നമ്മൾ 2 വട്ടം അങ്ങനെ പോകാനുള്ള ഇതുമില്ല, ഒന്നുമില്ല. ഇനി 108 കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ വെറും വെള്ളം ഈ വെള്ളമാണ് മേടിച്ച് നമ്മൾ കൊടുക്കുന്നത്, അതാണ് കുടിക്കുന്നത്. അത് കുടിക്കും. പിന്നെ ഇവിടെ കിടത്തിക്കൊണ്ട് തന്നെ 1ഉം 2ഉം മറ്റുള്ള കുളിപ്പിപ്പും എല്ലാം ഇവിടെ എടുത്ത് ഈ കസേര ഇരുത്തി ഞാൻ കുളിപ്പിച്ചു. വെള്ളം കഴിയേറി ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല. നിത്യവൃത്തിക്കോ ചികിത്സാ ചെലവിനോ വകയില്ലാതെ വാടക വീട്ടിൽ സഹോദരിയോടൊപ്പമാണ് സുജാതയുടെ ജീവിതം. ഈ ജീവിതം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സഹായം കൂടിയേ തീരൂ. ഇവരേറെ നാളായി നമ്മുടെ നാട്ടിൽ വന്ന് പല വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അവർക്ക് ഇപ്പം അസുഖം കൊണ്ട് വളരെ പ്രയാസങ്ങൾ, ഇപ്പോൾ RCCയിലെ ട്രീറ്റ്മെൻറ്റാണ്, വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പം RCCയിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചികിത്സാ സഹായം കിട്ടുന്നത് കൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ഇതിൽ കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മളതിലൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡൊക്കെ രൂക്ഷമായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കിറ്റും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെടുക്കുക പല വിഷയങ്ങളുമായിട്ട് വരുന്നവരാണ്. അപ്പോൾ പൊതുവിൽ അവരെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയുന്നൊരു സാഹചര്യം മറ്റേത് മേഖലയിൽ നിന്ന് കിട്ടിയാലും അത് വളരെ സഹായകരമായിരിക്കും. അങ്ങനെയുള്ളൊരു സഹായം കിട്ടാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മളും അതിൻ്റെ മുന്നിലുണ്ടാവും. അവർ പ്രയാസപ്പെടുന്നൊരു കുടുംബമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അവിടെ ഇപ്പോൾ ജോലിക്ക് പോകാനൊന്നും ആരുമില്ല. അവർ ഈ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നു. ഈ നിത്യ കാര്യങ്ങൾ നടന്നു പോകാനും വല്ലാത്ത പ്രയാസം നേരിടുകയാണ്. ഇപ്പോൾ അവർക്ക് ഈ ലൈഫിൽ വീട് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റിൻ്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് വീട് കിട്ടുന്ന ഒരു നില സ്വീകരിക്കാൻ പറ്റും.
അസുഖങ്ങൾ മനുഷ്യ സഹജമാണ്. എന്നാൽ ചികിത്സിക്കാൻ പണമോ സഹായിക്കാൻ ഒരാളോ ഇല്ലാത്ത സാഹചര്യം വരുമ്പോഴാണ് അതിൻ്റെ വേദനയും വ്യാപ്തിയും ഏറുന്നത്. അത്തരത്തിലുള്ള സഹജീവികളെ സഹായിക്കാൻ എന്നും വിസ്മയ ന്യൂസും പ്രിയപ്പെട്ട പ്രേക്ഷകരും ഉണ്ടാകും. ക്യാമറാമാൻ വിപിൻ വേണുവിനോടൊപ്പം സരുൺ നായർ, വിസ്മയ ന്യൂസ്.